കുന്തിയുടെ വിവാഹത്തിനു മുൻപ് ഒരു ദിവസം ദുർവാസാവ് മഹർഷി കുന്തിഭോജന്റെ കൊട്ടാരത്തിലെത്തി. മഹർഷിയെ സേവിക്കാൻ കുന്തിക്ക് അവസരം ലഭിച്ചു. അവൾ ഹൃദയപൂർവ്വം സേവനം ചെയ്തു. കുന്തിയുടെ ഭക്തിയിൽ സന്തോഷിച്ച മഹർഷി അവൾക്ക് ഒരു വരം നൽകി. നീ ഏതു ദേവനെ വിളിച്ചാലും അവർ നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, നിനക്ക് പുത്രഭാഗ്യം ലഭിക്കും. അത് കേട്ട് കുന്തി വിസ്മയപ്പെട്ടു. പക്ഷേ അവൾ അതിന്റെ ശക്തി മനസ്സിലാക്കിയില്ല. അവൾ ചിന്തിച്ചു, ഈ മന്ത്രം ശരിക്കും പ്രവർത്തിക്കുമോ? കൗതുകം തോന്നിയ കുന്തി മനസ്സ് ഏകാഗ്രമാക്കി മന്ത്രം ജപിച്ചു. സൂര്യദേവനെ വിളിച്ചു. ഒരു നിമിഷം മുറി മുഴുവൻ പ്രകാശം നിറഞ്ഞു. തേജസ്സോടെ സൂര്യദേവൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. കുന്തി ഭയപ്പെട്ടു. ഞാൻ പരീക്ഷിക്കാൻ മാത്രമാണ് വിളിച്ചത്, ദയവായി അങ്ങ് തിരികെ പോകൂ, അവൾ അപേക്ഷിച്ചു. പക്ഷേ ദേവന്മാരുടെ വരം ഒരിക്കലും വ്യർത്ഥമാകില്ല. സൂര്യദേവൻ പറഞ്ഞു, എന്റെ വരം നിനക്കു ഫലിക്കാതെ പോകില്ല. നിനക്ക് മഹാവീരനായ ഒരു പുത്രൻ ജനിക്കും. കുന്തിയുടെ ഹൃദയം ഭയത്തിലും ആശങ്കയിലും നിറഞ്ഞു. അവൾ വിവാഹിതയല്ലായിരുന്നു. അവിവാഹിത ആയ തനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആളുകൾ എന്തു വിചാരിക്കും? അവസാനം ഒരു ദിവ്യശിശു ജനിച്ചു. ആ കുഞ്ഞിന്റെ ശരീരം സ്വർണപ്രഭയിൽ തിളങ്ങി. ജനിച്ചപ്പോൾ തന്നെ അവന്റെ ശരീരത്തിൽ കവചകുണ്ടലങ്ങളുണ്ടായിരുന്നു. ദൈവികമായ സംരക്ഷണം. കുഞ്ഞിനെ കണ്ട കുന്തിയുടെ ഹൃദയത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടായി. കുന്തി രാത്രി മുഴുവൻ കരഞ്ഞു. അവസാനം അവൾ ഒരു കഠിനമായ തീരുമാനമെടുത്തു. ഒരു ചെറുപെട്ടിയിൽ കുഞ്ഞിനെ കിടത്തി അവന്റെ നെറ്റിയിൽ ചുംബനം നൽകി. എന്റെ മകനെ, നിന്റെ ഭാവി ദൈവം സംരക്ഷിക്കട്ടെ. അവൾ കുഞ്ഞിനെ ഗംഗാനദിയിൽ ഒഴുക്കിവിട്ടു. ജലധാരയിൽ പതുക്കെ നീങ്ങിയ ആ പെട്ടി ചരിത്രത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് യാത്ര തുടങ്ങി. അന്ന് ഗംഗാതീരത്ത് രഥസാരഥിയായ അതിരഥനും ഭാര്യ രാധയും എത്തിയിരുന്നു. അവർക്ക് കുട്ടികളില്ലായിരുന്നു. നദിയിൽ ഒഴുകിയെത്തുന്ന പെട്ടി കണ്ട് അവർ അത്ഭുതപ്പെട്ടു. തുറന്നു നോക്കിയപ്പോൾ പ്രകാശം പോലെ തിളങ്ങുന്ന ഒരു കുഞ്ഞ്. രാധയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദൈവം നമുക്ക് നൽകിയ വരം. അവർ ആ കുഞ്ഞിനെ സ്നേഹത്തോടെ ഏറ്റെടുത്തു. അവന് പേര് നൽകി കർണൻ.